അടുത്ത് കണ്ട ഹൊറർ ഫിലിമിൽ ഏറ്റവും നല്ല ഫിലിമാണെന്ന് പറഞ്ഞു. കോമഡി ഉണ്ടെങ്കിലും പക്ഷെ ഹൊററിനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു പല സീനുകളും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന സീനുകളാണ്. എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുക, കുട്ടികളെല്ലാം പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റോറി, ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമയാണ്. വെറുതെ നമ്മൾ പറയുന്ന ഒരു തള്ളല്ല, ധൈര്യമായിട്ട് കുടുംബസമേതം വന്ന് കാണുക. ഇതിൻ്റെ സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റാണ്. ഡയറക്ഷൻ, BGM ഒക്കെ കിടിലമാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, ഓരോ യൂട്യൂബർമാരുടെ അടുത്തും പറയുകയാണ്, കാല് പിടിച്ച് പറയുകയാണ്, ഈ സിനിമയെ നശിപ്പിക്കരുത്. ഇത് ഇൻഡസ്ട്രി ഹിറ്റാണ് ഈ സിനിമ. ഈ സിനിമയെ നിങ്ങൾ അറുത്തു മുറിച്ച് ഭക്ഷണമാക്കി കഴിക്കരുതെന്ന് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും സിനിമ ഹിറ്റാണ്. ഈ ഹിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനെ നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ്, നശിപ്പിക്കരുത് ഈ സിനിമയെ. ഇതെന്തായാലും ഇത് ഹിറ്റാവണം. ഇത് അർജുൻ അശോക് എന്ന് പറയുന്ന ആ നടൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ള ആരും ഒരു സംശയം വിചാരിക്കേണ്ട. ഹിറ്റ് സിനിമയാണ്. ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന റൈറ്റർ വളരെ മികച്ച റൈറ്ററാണ്. എന്തായാലും തെളിയിച്ചിട്ടുണ്ട്. BGM ഒക്കെ കിട്ടില്ല. വേറെന്താ പറയുക, ബാക്കി പറയേണ്ടത് നിങ്ങളാണ്, ഓഡിയൻസാണ് പറയേണ്ടത്. നമ്മൾ മോശമായിരുന്നു ഒരിക്കലും പറയില്ലല്ലോ. സന്തോഷം. ഈ സുമതിമള എന്ന് പറയുമ്പോൾ ഒരു റിയൽ സംഭവം ഉണ്ടല്ലോ, അതായത് കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു പുള്ളിനെ ഇങ്ങോട്ട് വിളിക്കുമോ? പുള്ളി കറക്റ്റായിട്ട് പറയും. അടിപൊളിയായിരുന്നു. താങ്ക് യു. അതേപോലെ തിയേറ്റർ റെസ്പോൺസ് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പടം അഭിപ്രായം നിങ്ങളാണ് പറയുന്നത്, നമ്മളല്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്ത പടമല്ലേ, നമ്മൾ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം പറയാൻ. ഞാൻ തിയേറ്ററിൽ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ പടം. സൗണ്ട് ഭയങ്കര രസമായിട്ടുണ്ട്, എല്ലാവരുടെയും അഭിനയം ഭയങ്കര രസമായിട്ടുണ്ട്. സുമതിയെ കാണിച്ചിരിക്കുന്ന എല്ലാം വർക്കായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എനിവേ, ഗുഡ് വൺ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, ഫാമിലിയായിട്ട് പോയി കാണാം, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. പ്രേതപ്പെടുന്ന പറയുമ്പോൾ ആൾക്കാർ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമോ, പേടിക്കോ? എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഫാമിലിയായിട്ട് പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാം. അവളെ എങ്ങനെയുണ്ടാകണ? അടിപൊളിയായിരുന്നു. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കാലിലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നമ്മളെ കൃത്യം സമയത്തിന് പേടിപ്പിക്കും, കൃത്യം സമയത്തിന് ചിരിപ്പിക്കും. എല്ലാം നമുക്കൊരു നല്ല ഇമോഷൻ ചേർത്ത് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, അത് ഞങ്ങളുടെ ഗ്യാരണ്ടി അല്ലേ. മുരളിയേട്ടൻ്റെ ഒരു പൊൻതൂവൽ ഈ സിനിമയിലുണ്ട്. എല്ലാവരും കാണുന്ന തീർച്ചയായിട്ടും അടിപൊളി. പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയല്ല, കാരണം എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥനൊക്കെ പുള്ളിയുടെ ഒരു സാമ്യ ആ ഒരു അതാണ് ചെയ്തത്. പക്ഷേ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്, കോമഡി ആയിട്ടും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ചവിടോടത്ത് തിരിച്ചായിട്ടുണ്ട്. പേടിപ്പിക്കൽ മാത്രമല്ല, രസമായിട്ട് കഥ പറഞ്ഞു പോയിട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് എൻ്റർടൈനർ. ഓക്കെ, ആ പാട്ടുകളും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് എവറിഥിങ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഹൊറർ ഫിലിം ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ്. വളരെ വളരെ വ്യത്യസ്തമായ അടിപൊളിയാണ്. നല്ല റിവ്യൂ. താങ്ക് യു. എല്ലാവരെയും നല്ല രീതിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റും കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് ഈ ഫിലിമിലുണ്ട്. സോ ഒരു ഫൺ എൻ്റർടൈനിങ് സിനിമയാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട്. ചിരിക്കാനുണ്ട്, അത്യാവശ്യം പേടിപ്പീരുണ്ട്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, കാണണം. സുമതി വളരെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നാടിന്റെ കോമഡി ലൈക്ക് മാത്രമല്ല, കാലഘട്ടം അജയ് മങ്ങാട് സാർ ആർട്ട് ചെയ്തേക്കുന്നത് ആർട്ട് പക്ക ഒരു 90s ലെവൽ എല്ലാം എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചൊരു പോസ്റ്റ് പോലും കറക്റ്റ് ആ 90s വെച്ചേക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ടാണ് സിനിമ കാണണം. അതിൽ ആർട്ട് വർക്കൊക്കെ ഗംഭീരമാണ്. കാരണം നമുക്കൊരു പോയിന്റ് പോലും മോശമാണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത്രയും വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് തന്നെയാണ് അവരുടെ ഈ ഒരു സിനിമ ഏറ്റവും വലിയ വിജയമായിട്ട് തോന്നുന്നത്. വേറെന്താണെന്നറിയോ, നല്ല അടിപൊളി ഗംഭീര സിനിമയാണ്. സൂപ്പറാണ്, നല്ല ഗംഭീര സിനിമയാണ്. കുഴപ്പമില്ല.
സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഒരു സെക്കൻഡ് പാർട്ടിനുള്ളൊരു ത്രെഡ് പോലെ വരുന്നുണ്ടാവും. എന്താവുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നല്ല ഗംഭീര പടം. ഹൊറർ കാണാൻ പറ്റുന്ന ഒരു ഗംഭീര പടം. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സാവൻ ചേട്ടനായിട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ. സ്ക്രീനിൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെ ഇത്രയും എനിക്കാണ് എന്നെ കണ്ടപ്പോൾ പേടിയായി. ഫസ്റ്റ് മൂവിയായിരുന്നു. ഇവർക്കാണ് ഇത്രയും പേരുടെ എല്ലാവരും അവരവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ജോലി നന്നായിട്ട് ഇതാക്കുന്നുണ്ട്. അവരുടെ ടീം വർക്ക് തന്നെയാണ്. വളരെയധികം നമുക്ക് ഒരു മുഷിപ്പില്ലാതെ തോന്നും. അതെ 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 ഇല്ല, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമതി വളവിൽ നടന്ന റിയൽ ഫാക്ടർ ആയിരിക്കില്ല ഈ പടത്തിൽ. ഡാൻസ് ഒക്കെ ഫോട്ടോഗ്രാഫി നമുക്ക് തോന്നി. ഡാൻസ് മാസ്റ്റർ അമ്മ പഠിപ്പിച്ച് നമുക്കങ്ങനെ നമ്മൾ കുറേ സിനിമകളൊക്കെ കാണുന്നതാണല്ലോ വായിച്ചാണ്. ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായത്? എന്തായാലും താങ്ക് യു. അങ്ങനെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ എഫക്ട്സ് കാര്യങ്ങളെല്ലാം കിട്ടുമെങ്കിൽ തിയേറ്റർ തന്നെ കോമഡിയുണ്ട്, ഹൊററുണ്ട്, നല്ല പാട്ടുകളുണ്ട്, എല്ലാ രീതിയിലുള്ള പടമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓൾ ടീമും ഹാപ്പിയാണ്. സൂപ്പർ ഹിറ്റ് കൂടി. വേഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയണതല്ല, അതുകൊണ്ടല്ല. ടോട്ടലി തുടങ്ങി തീരുന്നവരെ വളരെ പ്രിന്റ് ഓഫ് സൈലന്റ് പിച്ച് പണ്ടാളതിങ്ങി കേട്ട് ഒരുപാട് എന്താ പറയുക, യൂട്യൂബിലൊക്കെ നമ്മൾ ഈ സുമതിവളവ് എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് സുമതിവളവ് എന്ന് പറഞ്ഞ സിനിമ ബിഗ് സ്ക്രീനിൽ വന്നത്. നല്ല സ്ക്രിപ്റ്റ്, അഭിലാഷേട്ടൻ്റെ നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ എന്താ പറയുക, വിശ്വസാറിൻ്റെ നല്ല അടിപൊളി ഡയറക്ഷനാണ്. അർജുൻ ചേട്ടനൊക്കെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവിടെ പേടിക്കുമെങ്കിലും കൊച്ചുകുട്ടികൾക്കൊക്കെ വന്നിരുന്ന് സന്തോഷമായിട്ട് കണ്ട്, ഫാമിലി ഓഡിയൻസിന് എന്തായാലും വന്നിരുന്ന് നല്ല സന്തോഷമായിട്ട് കണ്ട് ചിരിച്ച് കുറച്ച് പേടിച്ച് എന്താ പറയുക കുറച്ച് ആകാംക്ഷയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് മതിയുള്ളത്. ഞാനും ചെറിയൊരു ഭാഗമാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വളരെ ഗംഭീരം, അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഓഡിയൻസും പ്രേക്ഷകർ നല്ല സിനിമകൾ സ്വീകരിക്കുന്ന സിനിമ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എന്തായാലും ഗംഭീര പടമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കണം. ഓക്കെ, താങ്ക് യു. എന്നാലും എല്ലാവരും കട്ടക്ക് നിന്നുകൊണ്ട് അടിപൊളിയായി. എല്ലാം പറഞ്ഞത് പറയാൻ പാടില്ല. ഡാൻസ് പഠിപ്പിച്ചിരുന്നത് പറഞ്ഞിട്ടുള്ള വളരെ ജനുവനാണ് എല്ലാ കാര്യത്തിലും.